ചിറകടിയിൽ കാത്തു പരിപാലിച്ച ആ നല്ല കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഇന്ന് പകൽ കടന്നു വരുവാൻ, കുറച്ച് സമയം ദൈവത്തെ ആരാധിക്കുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയായി നമുക്കൊന്ന് വേർതിരിക്കുവാൻ ദൈവം നൽകുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ആയിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ വലിയ സാന്നിധ്യം, വലിയ കരുതലുകൾ ആമേൻ നാം അനുഭവിച്ചു. നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽ ഈ ഒരു സമയം നമ്മൾ വേർതിരിച്ചിരിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇതിൽ ചിലർ കുടുംബമായിരുന്ന കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട്. ഒന്ന് ചേർന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഒന്ന് ചേർന്ന് നന്ദി പറഞ്ഞ്, അവൻ നമ്മുടെ ജീവിതത്തിൽ തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം കർത്താവിനെ ഇന്ന് പകൽ നന്ദിയോടെ സ്തുതിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ഉയർത്തുന്ന നാമം സകല നാമത്തിലും മേലായ നാമമാണ്. ആ നാമം ഉയർത്തിയ ഇടങ്ങളിലെല്ലാം എല്ലാം ആമേൻ, ആ നാമത്തിന്റെ വിടുതലുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമം ഉയരട്ടെ. ആ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവർ ഇന്ന് പകൽ ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ യേശുവേ, ഹല്ലേലൂയ. ചേർന്ന് നന്ദിയോടെ ഹല്ലേലൂയ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയാണ് അവർക്കാശ്വാസമാനുദിനവും. ഓ അവന്റെ ചാരെ ഓടിയാണ് അവർക്കാശ്വാസം അനുദിനവും. ചേർന്ന് പാടുമോ സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. കരങ്ങളെ ചേർത്ത് ഓ സ്തുതിക്ക് യോഗ്യനായവനെ, പതിനായിരങ്ങളിൽ സുന്ദരനെ, നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തേശുവിനെ ചേർന്ന് ഓ ആകൃത്യങ്ങൾ അകറ്റിയൻ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആകൃത്യങ്ങൾ അകറ്റിയൻ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിടുന്നു. ആമേൻ. ആദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ വാഴ്ത്തും സുന്ദരന മണവാള
സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാ മണവാളൻ. അവൻ നമ്മുടെ ഭാരങ്ങൾ അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അവനുപതിഥി അവസാനത്തോളം കാക്കുവാൻ ശക്തൻ. എന്റെ ഉപതിഥിയെ അവനുപതിഥി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. ചേർന്ന് സ്തുതിഗീതം സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഓ എതിരുകൾ വളരെ സഖികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഖികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കും യേശുവൻ അഭയമായതുകൊണ്ട് പരിഭ്രമിക്കും ചേർന്ന് സന്തോഷത്തോടെ സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ഓ ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ചെറുപാടാം സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളൻ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളൻ. അവനെന്റെ രക്ഷകൻ, അവനെന്റെ രക്ഷകൻ. അവനെനിക്കുള്ളോ തലമുള്ള ഗോപുരമാവത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ തലമുള്ള ഗോപുരമാവത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയാണ് അവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയാണ് അവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഓ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഓ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം. മരണത്തെ ജയിച്ചവൻ ഉയരത്തിൽ, മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ഓ ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനേ, ഞങ്ങളെ വാഴ്ത്തുകയാ. ഞങ്ങളെ ചിന്തകൾ മാറ്റി, ഞങ്ങളുടെ ഭാരങ്ങളെ ചുമന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവനെ, ഞങ്ങളെ അനുദിനം നടത്തുന്നവനെ, പ്രതികൂലങ്ങൾക്ക് നടുവിലും അനുകൂലതയെ വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ വാഴ്ത്തുകയാ, ഞങ്ങളെ വാഴ്ത്തുകയാ. ഓ, അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾക്കായി ചലിപ്പിക്കുന്നതിന് നന്ദി. മരണത്തെ ജയിച്ചവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. ഈ പകലിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഈ പകൽ എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? അവന്റെ വിശ്വസ്തതയ്ക്കായി, അവന്റെ കരുതലിനായി, അവന്റെ കരുണയ്ക്കായി ഈ പകൽ എത്ര പേർക്ക് നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഈ പകലിലും അവൻ നമ്മളെ ജീവനോടെ നിർത്തിയെങ്കിൽ ഹൃദയം തുറന്ന് നന്ദിയാൽ അതിരങ്ങളെ ചലിപ്പിച്ച് ആ സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ഈ പകലിലും ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ നല്ല യേശു കർത്താവിന് ഒരു നിമിഷം വായ്കളെ തുറന്ന് ഈ പകലിലെ വായ്കളെ തുറന്നൊന്ന് ചേർന്ന് സ്തുതിക്കാൻ കഴിയുമോ? നമ്മുടെ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായ മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സ്തുതികൾക്ക് യോഗ്യനായ മറ്റൊരു ദൈവമില്ല. ആ നല്ല യേശു കർത്താവിന് ഒരു നിമിഷം കൂടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച് ഈ പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഇനി യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല? ഈ പകൽ ആ തീരുമാനമുള്ളവർ ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ശാരിടും ഞാൻ. ചേർന്ന് പാടാമോ? എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും ഓരോ നിമിഷമതും തിരുമാർവതിൽ ശാരിടും ഞാൻ. സ്വർഗനാട്ടിലും സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. വേർപിരിയില്ല ഞാൻ, വേർപിരിയില്ല ഞാൻ. എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും ഓരോ നിമിഷമതും തിരുമാർവതിൽ ശാരിടും ഞാൻ. സ്വർഗനാട്ടിലും സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. ഈ പകൽ
എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയാൻ കഴിയും? ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാണ്. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഈ ലോകത്തിലെ ഒന്നിനോ എന്റെ യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഈ പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ യേശു കർത്താവിന്റെ സ്നേഹത്തെ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഈ പകൽ ഉറപ്പുള്ളവർ നന്ദിയോടെ വായ്കളെ തുറന്ന് ആ സർവശക്തനായ ദൈവത്തെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. നീ എന്റെ രക്ഷകനും, നീ എന്റെ രക്ഷകനും, നീ എന്റെ വൈദ്യനും, നീ എന്റെ ആലംബവും, നീ എൻ ദൈവം. നീ എന്റെ രക്ഷകനും, നീ എന്റെ രക്ഷകനും, നീ എന്റെ വൈദ്യനും, നീ എന്റെ വൈദ്യനും, നീ എന്റെ ആലംബവും, നീ എന്റെ ആലംബവും, നീ എൻ ദൈവം, നീ എൻ ദൈവം. ചേർന്ന് ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനിതാ ഹൃദയം തുറന്ന് ചേർന്ന് പാടാമോ? ആടിയനിതാ, ഓ ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. നീ എന്റെ പാലകനും, ഓ നീ എന്റെ പാലകനും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ മറവിടവും, ഓ നീ എന്റെ മറവിടവും, നീ എൻ ദൈവം. സഭ ചേർന്ന് പാടാമോ? നീ എന്റെ പാലകനും, നീ എന്റെ പാലകനും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ മറവിടവും, ഓ നീ എന്റെ മറവിടവും, നീ എൻ ദൈവം, നീ എൻ ദൈവം. അതുകൊണ്ട് ചേർന്ന് ആരാധിക്കും ഞാൻ, ഓ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനിതാ ആരാധിക്കും ഞാൻ, ഓ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനിതാ ഈ പകലിൽ ചേർന്ന് പാടാമോ? ആടിയനിതാ, ഓ ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. നീ എന്റെ സങ്കേതവും, ഓ നീ
നീ എന്റെ സങ്കേതവും, ഓ നീ എന്റെ സങ്കേതവും, നീ എന്റെ കോട്ടയും, നീ എന്റെ കോട്ടയും, ഓ നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ, ഓ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. ആടിയ നീതാ. നല്ല ദൈവത്തെ ഒരുമിച്ചൊരിക്കൽ കൂടെ ചേർന്ന് ആരാധിക്കും ഞാൻ, ഓ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. ആടിയ നീതാ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് ആടിയ നീതാ, ഓ ആടിയ നീതാ ദേവാ. ആടിയ നീതാ ദേവാ. ആടിയ നീതാ ദേവാ. ആടിയ നീതാ. ചേർന്ന് ഇതുപോലുള്ളൊരു ഭാഗ്യം, ഓ ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ. ഈ പകലിലും അത് രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ചേർന്ന് പാടാമോ? ഇതുപോലുള്ളൊരു ഭാഗ്യം, ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ചേർന്ന് തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ചേർന്ന് ഇതുപോലുള്ളൊരു ഭാഗ്യം, ഓ ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. നന്ദിയോടെ ചേർന്ന് ഇതുപോലുള്ളൊരു ഭാഗ്യം, ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ
സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇതെന്റെ ഭാഗ്യമാണെന്ന് പറയാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയാം. പ്രിയ ദൈവജനമേ, ഈ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നതിന് എത്ര പേർ നന്ദി പറയും. ഇന്നും ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കാതെ ഈ ലോകത്തിന്റെ തീർന്നു പോകുന്ന, അഴിഞ്ഞു പോകുന്ന, മായയാകുന്ന നന്മകളൊക്കെ ചേർത്ത് പിടിച്ച് ഇതാണ് എൻ്റെ ഭാഗ്യം, ഇത്ര വലിയ സമ്പന്നനാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണെന്നും, ഇത്ര വലിയ പദവികളും ശ്രേഷ്ഠതയും പേരും പെരുമയും ഒക്കെ പറയാൻ കഴിയുന്നത് എൻ്റെ ഭാഗ്യമാണെന്നും ഒക്കെ പറഞ്ഞ് ജീവിക്കുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഈ പേരും പെരുമയും ഈ ധനവും ബന്ധവും എല്ലാം 6 അടി മണ്ണ് വരെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും കടന്നു വരില്ല, ആർക്കും വരാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഈ യേശു കർത്താവുമായുള്ള ബന്ധം മരിച്ച് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണത്തിനപ്പുറവും നിത്യതയോളം തുടരുന്നതാണ് യേശുവുമായുള്ള ബന്ധം. അതുകൊണ്ടാണ് യേശുവാണ് യഥാർത്ഥ സമ്പത്തെന്ന് പലപ്പോഴും ഞങ്ങളെ പോലുള്ളവർ വിളിച്ചു പറയുന്നത്. കാരണം യേശുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. ഈ ലോകത്തെ നന്മകളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം, എന്നാൽ യേശു സമ്പത്തായി ഉണ്ടെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട, നമുക്ക് നാളെയെക്കുറിച്ചുള്ള വ്യാകുലതകൾ വേണ്ട, ആകുലതകൾ വേണ്ട. ആമേൻ. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പകുതി നമ്മുടെ ടെൻഷൻ മാറുക. ആ കർത്താവിൽ ആശ്രയിക്കാനും കൂടി കഴിഞ്ഞാൽ, ആശ്രയിക്കുക എന്ന് പറഞ്ഞ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന അർത്ഥം കേട്ടോ. ആമേൻ. 50-50 അല്ല. പലപ്പോഴും നമ്മൾ പറയും താൻ പാതി ദൈവം പാതി എന്നൊക്കെ ഒരു ചൊല്ല് ലോകത്തിലുണ്ട്. പക്ഷെ അതല്ല, പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ ഇനി മുതൽ നീ എന്നെ നിയന്ത്രിക്കുക, എന്റെ ഭവനത്തെ അങ്ങ് നിയന്ത്രിച്ചാട്ടെ, എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസവും എന്റെ കുഞ്ഞിന്റെ ഭാവിയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോവാ. കർത്താവേ, അങ്ങനെ നന്നായി അറിയുന്ന ദൈവമാണ്, അങ്ങനെ ആത്മസ്നേഹിതനാണ്, എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, എല്ലാം ആമേൻ ആമേൻ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിതമൊക്കെ ഒരു തുറന്ന പുസ്തകം പോലെയാണ് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ. അവനറിയാം. ഇന്ന് പകലും ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യം യേശു നന്നായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ നന്നായി അറിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ നന്നായി അറിയുന്നവനെ, എന്റെ ആത്മസ്നേഹിതനെ, എനിക്കായി കുരിശിൽ മരിച്ച, എനിക്കായി തൻ ജീവൻ നൽകിയ യേശുവിന്റെ സ്നേഹം കേവലം വാക്കുകളല്ലായിരുന്നു. പാലിക്കപ്പെടാത്ത ഈ ലോകത്തിലെ മനുഷ്യന്റെ വാഗ്ദാനങ്ങൾ പോലെ ആയിരുന്നില്ല. അവന്റെ വാക്കുകൾ അവൻ പാലിച്ചു. ഈ ഭൂമിയിൽ യേശു വന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, യാഗമായി തീരുവാനാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെയും നമുക്കായി ഊറ്റി തന്നു. നമ്മെ അവൻ വീണ്ടെടുത്തു. നമ്മെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് നമ്മെ അവൻ വിലയ്ക്കു വാങ്ങി. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ സ്നേഹത്തെ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോവുക. എനിക്കായി
കുരിശിൽ മരിച്ച എനിക്കായി തൻ ജീവൻ നൽകിയ. അതുകൊണ്ട് നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. ചേർന്ന് പാടുമോ? നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. ഇന്ന് പകൽ ഈ നല്ല കർത്താവിനെ ഇതെന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അഭിമാനമുള്ളവർ ഇന്ന് പകൽ ചേർത്ത് പിടിച്ച കർത്താവിന് നന്ദി പറയുമ്പോൾ നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങളെല്ലാം ചേർത്തടിച്ച് നന്ദിയോടെ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കുവാൻ ഭാഗ്യം നൽകിയ കർത്താവിനെ നന്ദിയോടെ എന്നെ നന്നായി അറിയുന്നവനെ, എന്റെ ആത്മസ്നേഹിതനെ, എന്നെ നന്നായി അറിയുന്നവനെ, എന്റെ ആത്മസ്നേഹിതനെ, എനിക്കായി കുരിശിൽ മരിച്ച, എനിക്കായി തൻ ജീവൻ നൽകിയ, എനിക്കായി കുരിശിൽ മരിച്ച, എനിക്കായി തൻ ജീവൻ നൽകിയ. ചേർന്ന് നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. ഓ നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. നീയല്ലോ, നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. ഒരിക്കൽ കൂടി നീയല്ലോ, നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. നമ്മുടെ ആകുലവേളകളിൽ നമുക്ക് ആശ്വാസമായി മാറും. നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ അവൻ നമ്മോട് കൂടെയുണ്ടെന്ന് അരുൾ ചെയ്തിരിക്കുന്നു. ആ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവൻ നമ്മെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ലോകാവസാനത്തോളം അവൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് അവൻ ഇന്ന് മകൾ ധൈര്യത്തോടെ ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. എന്റെ ആകുലവേളകളിൽ എനിക്കാശ്വാസമായവനെ, എന്റെ ആകുലവേളകളിൽ എനിക്കാശ്വാസമായവനെ, എന്റെ കഷ്ടതയിൻ നാളുകളിൽ ഞാൻ കൂടെയുണ്ടെന്നരുളിയോനെ, എന്റെ കഷ്ടതയിൻ നാളുകളിൽ ഞാൻ കൂടെയുണ്ടെന്നരുളി. ചെറുപാടും എന്റെ ആകുലവേളകളിൽ, എന്റെ ആകുലവേളകളിൽ എനിക്കാശ്വാസമായവനെ, എന്റെ ആകുലവേളകളിൽ എനിക്കാശ്വാസമായവനെ, എന്റെ കഷ്ടതയിൻ നാളുകളിൽ ഞാൻ കൂടെയുണ്ടെന്നരുളിയോനെ, എന്റെ കഷ്ടതയിൻ നാളുകളിൽ ഞാൻ കൂടെയുണ്ടെന്നരുളിയോനെ. നീയല്ലോ, നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയം. നീയല്ലോ, നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. യേശുവേ ഇന്ന് പകൽ ചേർന്ന് പറയുമോ, ഈ ദൈവം എന്റെ ബലമാണ്, അവൻ എന്റെ ഉറപ്പുള്ള ഗോപുരമാണ്, അവൻ എന്റെ സങ്കേതമാണ്, അവൻ എന്റെ മറവിടമാണ്. ഞാൻ
ആശ്രയിക്കുന്ന എന്റെ ദൈവം, അതുകൊണ്ട് ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്റെ കാലുകൾ മാൻപേടെ കാലുകളെ പോലെ ഉന്നത ഗിരികളിൽ അവൻ എന്നെ നിർത്തുന്നതാകയാ. എന്റെ കർത്താവ് എന്റെ ബലം, ഉന്നതികളിന്മേൽ നടത്തുന്നവൻ. എന്റെ കർത്താവ് എന്റെ ബലം, ഉന്നതികളിന്മേൽ നടത്തുന്നവൻ. എന്റെ കാലുകൾ മാൻകാലുകൾ പോലെ ഉറപ്പിക്കും, ഗിരികളിൽ നിർത്തും. എന്റെ കാലുകൾ മാൻകാലുകൾ പോലെ ഉറപ്പിക്കും, ഗിരികൾ. എന്റെ കർത്താവ് എന്റെ ബലം, എന്റെ കർത്താവ് എന്റെ ബലം, ഉന്നതികളിന്മേൽ നടത്തും. വിശ്വസിച്ചു പാടിക്ക ഇത് മകൻ. എന്റെ കർത്താവ് എന്റെ ബലം, ഉന്നതികളിന്മേൽ നടത്തുന്നവൻ. എന്റെ കാലുകൾ മാൻകാലുകൾ പോലെ ഉറപ്പിക്കും, ഗിരികളിൽ നിർത്തും. എന്റെ കാലുകൾ മാൻകാലുകൾ പോലെ ഉറപ്പിക്കും, ഗിരികൾ. ചേർന്ന് പാടിക്കേ. നീയല്ലോ, നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയം, എന്റെ ബലമായവനേ. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയം, എന്റെ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയസ്ഥാനം. എന്നെ നന്നായി അറിയുന്നവനേ, എന്റെ ആത്മസ്നേഹിതനേ. എന്നെ നന്നായി അറിയുന്നവനേ, എന്റെ ആത്മസ്നേഹിതനേ. എനിക്കായി കുരിശിൽ മരിച്ച, എനിക്കായി തൻ ജീവൻ നൽകിയ, എനിക്കായി കുരിശിൽ മരിച്ച, എനിക്കായി തൻ ജീവൻ നൽകിയല്ലോ. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയസ്ഥാനം. യേശുവേ നീയല്ലോ എൻ ദൈവം, നീയല്ലോ. സന്തോഷമുള്ളവരൊക്കെ ഈ ദൈവം എന്റെ ദൈവമെന്ന് പറയാൻ സന്തോഷമുള്ളവർ. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എന്റെ അഭയസ്ഥാനം. ആ ദൈവം എന്റെ കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച് എന്നെ അനുഭവിക്കുന്നവർ പാടിക്കേ, പാടിക്കേ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ. അതിനൊക്കെ ചേർന്ന് നന്ദി, നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ബുദ്ധിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ബുദ്ധിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ. ഓർത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നിന്നത് നിന്നത് കൃപ, കൃപയാണ്, കൃപയാൽ, ദൈവ കൃപയാൽ. ഓർത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. ഓ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാങ്ങി അവൻ നമ്മെ സൂക്ഷിച്ചതോ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാങ്ങിക്കും പോലെ. എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത
ചൊല്ലിയാൽ നന്ദിയോടെ 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 ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ അതിനൊക്കെയും നന്ദി യേശുവേ, നന്ദി യേശുവേ, ഓ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ബുദ്ധിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ബുദ്ധിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നിന്നത് കൃപയാ ദൈവ കൃപയാ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ഞങ്ങളോട് തോന്നിയ ആർദ്ര കരുണയ്ക്കായി ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞങ്ങളെ നന്നായി അറിയുന്നവര്, ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവര്, ആകുലവേളകളിൽ ആശ്വാസമാകുന്നവര്, കലങ്ങുന്ന നേരങ്ങളിൽ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവര്, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാ 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 വാഴ്ത്തുകയാ. ഓ നല്ല കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാം കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഇതുപോലൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. നാം തിരിച്ചറിയുക, നമ്മോടൊപ്പം ഒരു വ്യക്തിയെ പോലെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് കഴിയാത്ത, നമുക്ക് നടക്കാൻ കഴിയാത്ത പാതകളിൽ നമ്മെ തോളിലേറ്റി നടക്കുന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. മറന്നു പോകരുത്. പല പ്രതിസന്ധികളും ഇതെങ്ങനെ അതിജീവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങി. എന്നാൽ പിറ്റേ പ്രഭാതത്തിൽ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് അക്കരെ നാം കടന്നത് നമ്മുടെ അനുഭവമല്ലേ? എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു? ഇന്ന് പകൽ ഒരു ദൈവവൈദ്യന് പറയാൻ കഴിയും, അറിയില്ല, പക്ഷേ എന്റെ ദൈവം എന്നെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, അതിനപ്പുറത്ത് വരാൻ ദൈവം എന്നെ സഹായിച്ചു. മറന്നുപോകരുതേ ദൈവജനമേ, നമ്മൾ പാടിയതുപോലെ അവന്റെ കൃപയാ. നമ്മൾ നിന്നതല്ല, അവൻ നമ്മെ നിർത്തിയതാ. നമ്മൾ ഒന്നും നേടിയതല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാ. മനസ്സുകൊണ്ട് പോലും ഇതെല്ലാം ഞാൻ നേടിയെന്ന് അല്ല, ഒരിക്കലുമല്ല. ദൈവം ചെയ്തതൊക്കെ കാണുമ്പോൾ, ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഭവനത്തിനകത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ തങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണുന്നെങ്കിൽ അത് കാണുമ്പോൾ പറയണം, എന്റെ ദൈവം എനിക്ക് ചെയ്ത നന്മയാ. എത്ര വട്ടം നന്ദി പറയാൻ കഴിയുമോ അത്രയും വട്ടം. കാരണം എന്റെയും നിങ്ങളുടെയും ഈ ജീവിതം പോലും അവന്റെ ദാനമാണ്. എന്നാൽ ഏറ്റവും വലിയ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? നാം ഇപ്പോൾ അവനെ വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. എന്നാൽ നാം അവനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിനമുണ്ട്. ആ കാത്തിരിപ്പോടെ ഇന്ന് പകൽ ഈ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇത്രയധികം സന്തോഷം നമുക്ക് ലഭിക്കുന്നെങ്കിൽ, ഉയരത്തിൽ നിത്യതയിൽ കുഞ്ഞാടിനെ കണ്ടുകൊണ്ട്, കുഞ്ഞാടിന്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ആരാധിക്കുന്ന ദിനങ്ങൾ, അന്തമില്ലാത്ത ദിനങ്ങൾ, തീർന്നു പോകാത്ത നാളുകൾ എത്ര മനോഹരമാണ്. ഒരു നിമിഷം എല്ലാവരും ആ കണ്ണുകളെ അടച്ച് ധ്യാനത്തോടെ, Jesus, Jesus, we thank you, God. Jesus, we love you, Jesus. ആ കർത്താവിന്റെ തിരുമുഖം കാണാനുള്ള കൊതി ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും.
ദൈവികമായ ചിന്തകൾ കൂടുതൽ കൂടുതൽ ദൈവികമായ ചിന്തകളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? തിരുവചനം പറയുന്നു, നിങ്ങൾ ഈ ഭൂമിക്കുള്ളവരല്ല, നിങ്ങൾ ഉയരത്തിലുള്ളവരാണ്. നമ്മുടെ ദേശം ഇതല്ല, നമുക്കായി ഒരുങ്ങുന്ന ഒരു ഭവനമുണ്ട്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തിരുവചനം പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും. ഈ തീർന്നു പോകുന്ന, നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ആർക്കും അപഹരിക്കാൻ കഴിയാത്ത സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് കണ്ണുകൾ തുറക്കാം. എവിടെയെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഇന്ന് പകൽ തിരുത്തപ്പെടാം. നമ്മുടെ ലക്ഷ്യങ്ങളെ ഒന്നുകൂടി നമുക്കൊന്ന് ക്രമീകരിക്കാം, നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ദൈവജനമേ, പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. അവനോട് സ്നേഹമുള്ളവരൊന്ന് ചേർന്ന് പാടുമോ? പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. ഓ കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ കാത്തുകാത്തിടണോ നിൻവര. ഞങ്ങളെ ചേർപ്പാൻ വേഗം വരുന്നവനെ, കൊതിയേറുന്നപ്പ, കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. അന്നു തീരും ദുഃഖങ്ങളെല്ലാം പാരിലെ ദുരിതങ്ങളും അന്നു തീരും ദുഃഖങ്ങളെല്ലാം പാരിലെ ദുരിതങ്ങളും പ്രത്യാശ നാടിനെ കണ്ടിടുമ്പോൾ മാനസം സന്തോഷിക്കും. പ്രത്യാശ നാടിനെ, ഓ പ്രത്യാശ നാടിനെ കണ്ടിടുമ്പോൾ മാനസം സന്തോഷിക്കും. ആ പ്രത്യാശയോടെ പ്രാണപ്രിയ പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ കാത്തുകാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. ആത്മമണവാട്ടിയായ സഭ ചേർന്ന് പാടട്ടെ. കാത്തുകാത്തിടണോ
കർത്താവിന്റെ മുഖം നമ്മുടെ സ്വന്തം കണ്ണുകളാൽ കണ്ടിട്ടില്ല. പക്ഷേ ആ നിത്യതയുടെ തീരം അണയുമ്പോൾ, ആ നിത്യതയുടെ തുറമുഖത്ത് നാം എത്തുമ്പോൾ, ദൂതന്മാർ നമ്മെ സ്വീകരിക്കുന്ന ആ നിമിഷം, നാം ആദ്യമായി നമുക്കായി മരിച്ച നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുവിന്റെ തിരുമുഖം നാം ദർശിക്കും. അതിനുവേണ്ടിയായി നാം ഇത്രയും നാൾ കാത്തിരിക്കുന്നേ, അതിനുവേണ്ടിയാ നാം ഈ പ്രാർത്ഥിക്കുന്നേ, അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നേ. ഇട്ടിട്ട് പോകരുത് സഹോദര, വിട്ടേച്ച് പോകരുത്, പിന്മാറി പോകരുത്. നമ്മെ കാണാൻ സ്വർഗം ഒരുങ്ങുകയാണ്, നമ്മെ എതിരേൽക്കാൻ ദൂതന്മാർ അവൻ സജ്ജരാവുകയാണ്. ആ നിത്യതയുടെ തുറമുഖത്തേക്ക് നമ്മുടെ ജീവിതമാകുന്ന പടകണയുകയാണ്. അന്നു ഞാൻ കാണും നിത്യ തുറമുഖം, വ്യക്തമായി ഞാൻ കണ്ടിടും. അന്നു ഞാൻ കാണും നിത്യ തുറമുഖം, വ്യക്തമായി ഞാൻ കണ്ടിടും. ഓ മറുവിലയായി എനിക്കായി നൽകിയ യേശുവിനെ കണ്ടിടും. എനിക്കായി മറുവിലയായി മാറിയവന്, മറുവിലയായി എനിക്കായി നൽകിയ യേശുവിനെ കണ്ടിടും. മറുവിലയായി, മറുവിലയായി എനിക്കായി നൽകിയ യേശുവിനെ കണ്ടിടും. പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ നിൻ വരവിനായി, കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ നിൻ വരവിനായി, കണ്ണുകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയനേ, പ്രാണപ്രിയ നിൻമുഖം കാണുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തുകാത്തിടണോ നിൻ വരവിനായി, കണ്ണുകൾ കൊതിച്ചിടുന്നേ. യേശുവേ കാത്തുകാത്തിടണോ നിൻ വരവിനായി, കണ്ണുകൾ കൊതിച്ചിടുന്നേ. ചേരുന്ന വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്നു. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് ചേരുന്ന വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം. അല്പസമയം കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് ആ പ്രത്യാശയെ ഒന്ന് വർദ്ധിപ്പിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആ മടുപ്പെല്ലാം ഒന്ന് മാറട്ടെ. ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നേ. ഈ ലോകത്തെ സ്നേഹിക്കാനല്ല ദൈവം നമ്മളെ പഠിപ്പിക്കുന്നേ, അവനെ മാത്രം സ്നേഹിക്കാൻ, അവനെ മാത്രം. ഓ
ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത യേശുപ്പ, യേശുപ്പ. എവിടെയെങ്കിലും ഒക്കെ ഈ ലോകത്തെ സ്നേഹിച്ച് ഞങ്ങളുടെ ഓട്ടത്തിന്റെ വേഗത കുറഞ്ഞു പോയെങ്കിൽ ഞങ്ങളെ ഒരിക്കൽ കൂടി ഓ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് ഒന്ന് കർത്താവേ ഞങ്ങളെ ഒന്ന് നയിക്കണമേ. നായകനായി അങ്ങ് പോയ പാതകളെ പിന്തുടരുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. 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 കർത്താവേ, ആ നാളുകൾക്കായി കാത്തിരിക്കുകയാണ്. വിന്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. കാത്തിടണോ നിൻവരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ. ഞങ്ങളുടെ പ്രാണപ്രിയനെ, ഞങ്ങളുടെ യേശുപ്പ, ഇത്രയും സമയം അങ്ങേ നന്ദിയോടെ സ്തുതിക്കാൻ, അങ്ങേ മഹത്വപ്പെടുത്താൻ, അങ്ങേ ആരാധിക്കാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയതിനായി കർത്താവേ, ഞങ്ങളുടെ ഉള്ളത്തിൽ ഒരു തിടുക്കമാണപ്പ. ഇന്ന് പകൽ അതില്ലാത്തവരുടെ ഹൃദയത്തിൽ ആ തിടുക്കമൊന്ന് കൊടുക്കണേ പരിശുദ്ധാത്മാവേ. അങ്ങയുടെ വരവിനായിട്ട് അങ്ങേ കാണാനുള്ള കൊതി ഒന്ന് കൊടുക്കണേ അപ്പ. കർത്താവേ, അങ്ങയുടെ വരവിനായി ഒരുങ്ങേണ്ട ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒരുക്കണമേ യേശുപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ നഷ്ടമായി പോകല്ലേ, ഞങ്ങൾ ഉറങ്ങിപ്പോകാൻ ഇടവരുത്തല്ലേ അപ്പ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സഭയായി ഉണരുവാൻ ലോകത്ത് അനവധി പ്രതിസന്ധികൾ നടക്കുമ്പോഴും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഞങ്ങളുടെ ലോകത്ത് സംഭവിക്കുമ്പോൾ, ഇനി സംഭവിക്കേണ്ടിയിരിക്കുമ്പോഴും അതിനിടയിലും അങ്ങയുടെ ജനം അങ്ങേക്കായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തെ ചേർപ്പാൻ വാനമേഘങ്ങളെ കീറി മുറിച്ച് ഞങ്ങളെ ആത്മമണവാളനായ ക്രിസ്തു വരുന്ന ദിനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ ഒരുങ്ങുകയാണ്. അതിനായി ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങയോട് കൂടെ നിത്യതയിൽ ചേർപ്പാൻ അങ്ങ് വേഗം വരണമേ കർത്താവേ. അതിനു മുമ്പ് ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ ക്രമീകരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. മറക്കേണ്ടത് മറക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഭാഗത്ത് വന്നോ ഒരു തെറ്റുപോലും കർത്താവേ അങ്ങയുടെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കല്ലേ അപ്പാ. അതിനെല്ലാം കർത്താവേ ഞങ്ങൾ മനഃപൂർവ്വമായി അങ്ങയുടെ മുമ്പിൽ തരികയാ, ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാ. ഞങ്ങളോട് മനസ്സലിയണമേ. കാഹളനാദം കേൾപ്പാൻ
ദൈവം ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. സകലമാനവും മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്ര ഈ സമയം നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിന് മഹത്വം നൽകിയാട്ടെ. May God bless you all. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Amen.